ആദ്യം തന്നെ അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ശ്രീ ദിലീപിന്റെ വിഷയത്തെക്കാൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കാൾ എന്റെ 16 ദിവസത്തെ ജയിലിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ ലോകസഭയിലടക്കം വരികയും ചെയ്യും. പുരുഷാവകാശങ്ങളെ ഒരുപാട് കാലത്തേക്ക് തിരിച്ചടിക്കാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു കാര്യമാണ്. ആ കാര്യവും കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്റെ കാര്യത്തിലേക്ക് വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് തുടങ്ങുന്നതിന് ഒരു ആമുഖമായി എന്നെക്കുറിച്ച് ഒരു 2 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പറയാം. ഇത് ശ്രീ മുകേഷ് നായർ, അദ്ദേഹം വളരെ പ്രമുഖനായ ഇൻഫ്ലുവൻസറും മറ്റുമാണ്. അദ്ദേഹം ഇതേപോലെ വ്യാജ കേസിൽ പെട്ടതാണ്. ഞാൻ എന്റെ ക്രെഡൻഷ്യൽ എന്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതായി കണ്ടിട്ട് ഞാനൊന്ന് പറയാം. ഒന്ന്, കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മകരജ്യോതിയും മകരവിളക്കും. ഏകദേശം 70 വർഷങ്ങളായി നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം അതിനെക്കുറിച്ചൊരു നിലപാടെടുക്കാതിരിക്കുകയും ഇപ്പോഴും നിലപാടെടുക്കാതിരിക്കുന്നതും കാര്യമാണ്. നിങ്ങൾ പത്രക്കാർക്ക് പ്രത്യേകിച്ച് അറിയാനും. പക്ഷേ ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്. എനിക്ക് യാതൊരു മടിയും കൂടാതെ തന്നെ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണെന്നും, മകരജ്യോതി എന്ന് പറഞ്ഞ ആകാശത്തെ നക്ഷത്രവും മകരവിളക്കെന്ന് പറഞ്ഞാൽ ആദിവാസികൾ പ്രത്യേകിച്ച് മലയരയർ പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന ദീപാരാധനയാണെന്നും ഇതേ പ്രസ് ക്ലബ്ബിൽ ഞാൻ ഇത് പഴയ വീഡിയോ നോക്കുക, ഇതേ പ്രസ് ക്ലബ്ബിൽ ഇവിടെ ഇരുന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം നമ്മുടെ സെന്റിമെന്റ്സ് അല്ല, സത്യമാണ് പ്രധാനം. ആ സത്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആ സത്യത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്. ആ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണ്. ഈ സത്യത്തിന്റെ കൗതുകം ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും മലയരയന്മാർക്ക് അവകാശം തിരിച്ചു കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ എന്റെ കേസ് കിടക്കുക, മലയരയന്മാർക്ക് ഇതിന്റെ റൈറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന കേസ് കിടക്കുക. പക്ഷെ ഇപ്പോഴും നമ്മുടെ സർക്കാർ ഈ മകരജ്യോതിയും മകരവിളക്കും അടക്കമുള്ള വിഷയങ്ങളിലെ വ്യത്യാസവും മറ്റും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം സത്യം പറയാനുള്ള മടിയാണ്. 2, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു സത്യം, 4-1 എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം, ശബരിമലയിലെ വിധിന്യായം ശ്രദ്ധിച്ചു കാണും. അതിലും ആദ്യം ജയിലിൽ പോയതും ജയിലിൽ കിടന്നതും പട്ടിണി കിടന്നതും ഞാനാണ്. ആത്യന്തികമായ ഇതിന്റെ നിലപാടിലേക്ക് എല്ലാവരും വന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം പറയാൻ വേണ്ടിയിട്ടാണ്. കേരള സംസ്ഥാനം, കേരള സ്റ്റേറ്റ് ഭരണകൂടം കഴിഞ്ഞ 70 വർഷങ്ങളായി പറയാത്ത മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ 4-1 എന്ന എതിർവിധിന്യായം ഒരു രാഷ്ട്രീയ കക്ഷികളും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഞങ്ങൾ പോരാടി തുടങ്ങി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാനടക്കം അന്നും ജയിലിൽ പട്ടിണി കിടന്നതാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നതും പട്ടിണി കിടക്കുന്നതും എനിക്ക് പുത്തരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ സത്യം വളരെ സിമ്പിളാണ്, ഈ കള്ളങ്ങളാണ് കോംപ്ലക്സ്. സത്യം വളരെ സിമ്പിളും ലഘുവുമാണ്, ഈ കള്ളങ്ങളാണ് ഇങ്ങനെ സങ്കീർണമായി പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, ഓർക്കുക, വേറെ ആരെയും ഞാൻ പറയുന്നില്ല, സ്റ്റേറ്റും സിസ്റ്റവും അങ്ങനെ ധാരാളം അസത്യങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യം പറയുന്നു. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ കൊടി എത്ര സിമ്പിളായിട്ട് ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിമാണ് ഈ കൊടിയുടെ അർത്ഥം. നമ്മൾ മതസൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ചരിത്രാധ്യാപകന്മാർ നമ്മളോട് ഈ സിസ്റ്റം അവരുടേതായ വ്യാഖ്യാനങ്ങളും മറ്റും പറയുക. ഞാൻ ഇത് ഈ ആമുഖമായി പറഞ്ഞു തുടങ്ങിയതിന്റെ കാര്യം, ഈ സത്യങ്ങൾ പറയുന്നതിന് നമ്മൾ മടിക്കരുത്. അങ്ങനെ സത്യങ്ങൾ പറയുന്നതിന് മടിച്ചാൽ ഒരു രാജ്യം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് മകരവിളക്ക് മകരജ്യോതി പോലുള്ള സെൻസിറ്റീവായ കാര്യം സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം, ഓർക്കുക, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം ഇന്ന് തെറ്റാണെന്ന് എല്ലാവർക്കും അംഗീകാരം ഉണ്ടല്ലോ അല്ലെ? ഇന്ന് മാധ്യമങ്ങളുടെ ഉള്ളിലും, എന്നോട് സമ്മതിക്കണ്ട, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ വിധിന്യായം തെറ്റാണെന്ന് അംഗീകാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നടപ്പാക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊടി, ഇതെല്ലാം പറയുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ. ഇതിൽ എന്റെ കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം സെക്കൻഡറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലെ ഒരു വരി ഡിലീറ്റ് ചെയ്യാൻ പോയതുകൊണ്ടാണ് 15 മിനിറ്റ് ഡിലേ ആയത്. കാര്യം അത് കേസിന്റെ കാര്യം പറയരുത് എന്ന് എന്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് കുഴപ്പമില്ലായിരുന്നു. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇനി നാളെ നിന്റെ ജാമ്യം എല്ലാം ക്യാൻസലായി സുപ്രീം കോടതിയിൽ വരേണ്ടി വന്നാൽ ഇത് നിനക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് നോട്ടീസിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. അതാണ് 15 മിനിറ്റ് താമസം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. വളരെ സീരിയസ് ആയി നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആയിരക്കണക്കിന്, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ഭർത്താക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം. ഓവർനൈറ്റ് നമ്മൾ ക്രിമിനൽ ആകുന്ന ഒരു അവസ്ഥയാണ്. ശ്രീ ശശി തരൂർന്ന് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന വിശ്വപൗരൻ ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മാരിറ്റൽ റേപ്പ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുരുഷ കമ്മീഷൻ ഏറ്റവും സീരിയസ് ആയി എതിർക്കാൻ പോകുന്ന വിഷയങ്ങളിലൊന്നും ഇതാ. അതായത് ഇത് ഭർത്താവ് തന്നെ 10 വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് 7 മുതൽ 10 വർഷം വരെ ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി ഇത് ആരാ ഉപയോഗിക്കുന്നത്?
ഭാര്യയുടെ അഡ്വക്കേറ്റ്സ് നാളെ ഡിവോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിൽ പുരുഷനെ സമ്മർദ്ദത്തിലാക്കാൻ ഈസിയായി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഈ ബില്ല് ഉപയോഗിക്കപ്പെടും. ഇതിൽ സെക്ഷൻ 5, 6, 8 ശ്രീ ശശി തരൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, കുറച്ച് ചെക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടി. പക്ഷേ ഇന്ന് 498A ദുരുപയോഗം ചെയ്യുന്നത് ഇരട്ടി വിളിക്കുമ്പോൾ, അതായത് ഇത് നാളെ ശശി തരൂരിനെ പോലെ വളരെ പ്രഭാവശാലിയായ ഒരു വ്യക്തി അവതരിപ്പിച്ച് കൂടുതൽ സ്വീകാരം നേടി ബില്ലായാൽ ഇരട്ടി വെളുക്കുന്നതോടുകൂടി ഭർത്താക്കന്മാരെ 7 മുതൽ 10 വർഷം ജയിലിൽ വ്യാജ പരാതികളിൽ ഇടാനുള്ള സാധ്യത തെളിയുകയാണ്. നാളെ ഇന്ന് പലപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കാലതാമസം ഉണ്ടായി തുടങ്ങിയ കുറെ കാര്യങ്ങളാണ്. കാലതാമസം ഉണ്ടായി, അതിനുശേഷവും നല്ല ബന്ധത്തിലുണ്ടായിരുന്നു, അതിനുശേഷവും ഞങ്ങൾ വാട്സപ്പിൽ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വെറുതെ വിടുന്നത്. എന്നാൽ ഭർത്താവിന്റെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ ആവില്ലെന്ന് മാത്രമല്ല, ഭർത്താവ് തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്ത് ലൈംഗികതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ 7 മുതൽ 10 വർഷം വരെ ജയിലിൽ ഇടാനുള്ള വകുപ്പാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ എന്റെ കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, ശ്രീ ശശി തരൂർ ഉയർത്തിയ പ്രശ്നം സീരിയസ് ആണ്. കാര്യം 83% 18-നും 49-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സെക്ഷൽ വയലൻസ് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. അതൊരു സീരിയസ് ആയ പ്രശ്നമാണ്. അതാണ് ഈ കെട്ടിയോളാണ് എന്റെ മാലാഖ തുടങ്ങിയ സിനിമകളിൽ, ആസിഫ് അലിയുടെ സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രതിവിധി ക്രിമിനലൈസേഷൻ അല്ല, പകരം അതിന്റെ പ്രതിവിധി ക്രിസ്തീയ സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മാരിറ്റൽ എഡ്യൂക്കേഷനാണ്. ആ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ക്രിമിനലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ 2ാമത്തെ പേജ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, സുപ്രീം കോടതി 2 പ്രധാനപ്പെട്ട കേസ്, ഒന്ന് സുശീൽ കുമാർ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉപയോഗിക്കുന്ന പ്രയോഗം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ലീഗൽ ടെററിസം എന്നാണ്. ഓർക്കുക, ഈ വാക്ക് നമ്മളല്ല ഉപയോഗിക്കുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലീഗൽ ടെററിസം, അതായത് വ്യാജ പരാതികളുടെ നിയമം മൂലമുള്ള ഭീകരവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി എന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, എന്റെ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിയമ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാനിത് വീണ്ടും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അതൊന്ന് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന പ്രക്രിയയാണ് നോട്ടീസ് തന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെയാണോ സംഭവിച്ചത്? കോടതികളിൽ കള്ളം പറയുന്നത്, കോടതികളിൽ കള്ളം എഴുതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് അന്വേഷിക്കണം. അതായത് കോടതികളിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളങ്ങൾ എഴുതി കൊടുക്കുന്നത്, എന്റെ കാര്യമല്ല, ഞാൻ ജനറലി ചോദിക്കുക, കോടതികളിൽ കള്ളം എഴുതി കൊടുത്തു കഴിഞ്ഞാലേ നാളെ നാട്ടുകാർ എന്ത് ചെയ്യും? അതായത് ഞാൻ പലപ്പോഴും ശബ്ദം ഉയർത്തി സംസാരിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു, അതിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു, ഞാൻ അംഗീകരിക്കുന്നു, അത് അവസാനം ഞാൻ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ കോടതികൾ അങ്ങനെ കള്ളം എഴുതി കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതായത് ഒരു സൈഡിൽ പോലീസും പ്രോസിക്യൂഷനും നിന്ന് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ് കള്ളമെന്ന വാക്ക് പറയരുത്, വാസ്തവ വിരുദ്ധം സത്യവിരുദ്ധം എന്നൊക്കെ പറയണോ? കള്ളമെന്ന വാക്ക് വളരെ ഇമോഷണൽ വാക്കാണ്, അത് പറയുന്നത്. സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങൾ മറുഭാഗത്ത് സ്റ്റേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് എന്താ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി 11-ാം തീയതി ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അതായത് 11-ാം തീയതി ജാമ്യം കിട്ടേണ്ട അവസ്ഥയായിരുന്നു. 11-ാം തീയതി ഇതേപോലെ കയറി വാസ്തവ വിരുദ്ധമായ വേറൊരു കാര്യം പറയുകയാണ്, ഒരു റിപ്പോർട്ടിനെ കുറിച്ച്. ദയവായി നിങ്ങൾ അന്വേഷിക്കണം. എന്ത് ചെയ്യാനാണ്? അതായത് ഒരു കോടതിയിൽ കയറി നിന്നവർ പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർ 4 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ അങ്ങനെ പ്രൊസീജിയറിൽ കള്ളം പറഞ്ഞാലേ എന്താ പിന്നെ ഒരാൾക്ക് രക്ഷയും കാര്യങ്ങളും ഉള്ളത്? ഞാൻ ശരിക്കും ഒരു 3-4 വരി എന്റെ കാര്യത്തിൽ എഴുതിയിരുന്നു. ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ കോടതികളിലേക്ക് വല്ലതും മൂവ് ചെയ്യേണ്ടി വന്നാൽ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ആക്കും. എന്ന് പറയാനുള്ള കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയാം, അതിജീവിതയെ വീണ്ടും അധിക്ഷേപിക്കുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു. അതായത് എന്ത് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്തു നോക്ക്. അതായത് രാഹുൽ മാങ്കൂട്ട് സാർ, എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ കോടതികൾ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസിൽ, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ? ഇത് തന്നെയല്ലേ കോടതി പറഞ്ഞത്? അപ്പൊ ഞാൻ ഇനി അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല.
ഇത് ഞാൻ പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വ്യക്തിബന്ധവും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സുഹൃത്തോ, ഞങ്ങൾ മറുഭാഗത്ത് നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന, പക്ഷേ അവര് വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയാം, അതിജീവിത ഇനി അധിക്ഷേപിക്കും ഇയാൾ പറഞ്ഞു. എവിടെയാണ് അധിക്ഷേപിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്ന് നാക്കിന്റെ അറ്റത്തുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം, എനിക്കെതിരെ ഉന്നയിച്ച 3 ആരോപണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. എനിക്കത് പറയാൻ പോലുള്ള ലിബർട്ടി ഇല്ല. അതായത് എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളല്ലേ. എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്, തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിലേ എന്തൊരു അവസ്ഥയാണ്. അതായത് എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാര്യം പറ്റുകയാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയതാണെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വേണം. ഞാൻ അവസാനം എന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല, കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷെ എന്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരു അനീതിയാണെന്ന് ആലോചിക്കണം. 16 ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ, ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ, 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്. എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കാണ്, 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു, ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേജ് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരി. അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാർ. നമ്മുടെ ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത്. റിയാസ് വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ സുനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ഇതിന്റെ കാര്യമേ 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തു. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധരിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കണം. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും, ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തിയല്ലേ, ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്? പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? സാധാരണക്കാരൻ ചെയ്താൽ അതിനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ? എന്നിട്ട് 8 വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി, ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത്, അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത്, എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി, എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു. ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു? ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ. എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു, കള്ളക്കേസ്, സത്യമല്ലാത്തൊരു കേസ് വന്നു.
ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ, മോശം, വീട്ടുകാരെ കുറ്റം പറഞ്ഞു, പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു, എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ അങ്ങനെ? ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ? ഇവിടെയാണ് ശ്രീമതി KR മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് കേസ് എടുക്കണ്ട, FIR രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ കൊണ്ട് പരാതി കൊടുത്തു, 7 ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു തരാൻ. പോലീസുകാർക്ക് പേടിയാണ്, ഈ എടുത്താൽ പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന, 8 വർഷത്തോളമായി കേസ് നടത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്, അല്ലാതെ എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് നന്നായിട്ട് അറിയാം ആരാണെന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പക്ഷെ പറയുന്നില്ല. ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട്. പക്ഷേ ആ കേസിൽ, ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ചിലരുണ്ട്. ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു? ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി, ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു? അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു, അങ്ങനെയെങ്കിലും സ്വീകരിച്ചു? ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിപ്പിക്കും. ഞാനപ്പോ അവസാനത്തിലേക്ക് വരുമ്പോ ഇനി എന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ഓർക്കുക, നാളെ ഇനി ഒരു കാര്യം കൂടി, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും ലീഗൽ ഡൗട്ടാണ്. ഞാൻ 4 പേരുടെ കേസ് എന്നാൽ കഴിയുന്ന വിധം ജയിലിൽ കിടന്നവരിൽ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സംസാരിച്ചു, ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ്. 20 വർഷമൊക്കെ വ്യാജ പോക്സോ കേസിൽ കിട്ടിയ 22, 23 വയസ്സായ പിള്ളേരവിടെ കിടക്കും. എന്തൊരു ഗതികേടാണ്. അതായത് അവനും ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമാണ്, ഒന്ന് പീഡനം, ഒന്ന് പോക്സോ, ഇഷ്ടമാണ്. അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് എതിർപ്പാണ്, സ്വാഭാവികമാണ്. ഞാനും വൈഫ് ദീപയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, പിന്നീട് സംഭവിച്ചതാണ്. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെതിരെ പീഡന പരാതി കൊണ്ടുകൊടുത്തു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പീഡന പരാതി കൊണ്ടുകൊടുത്തു. എന്നിട്ട് പണ്ട് തൊട്ടേ അഫയർ ആയിരുന്നുകൊണ്ട് 17ാം വയസ്സിൽ പോക്സോ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 20 വർഷം അടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വിധി ഒന്ന് ചിന്തിക്കാമോ? നാളെ നമ്മുടെ മകനോ നമ്മുടെ അനിയനോ നമ്മുടെ സഹോദരനോ ആണത് വരുന്നതെങ്കിൽ 20 വർഷം കോടതിയുടെ വിധി വരുന്നത് ഒന്നുമില്ല. ഇനി വേറൊരു കൗതുകമുള്ളൊരു കാര്യമുണ്ട്. പേര് പറഞ്ഞാലേ അതിന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം നൗഫലാണ് ഒരു പയ്യനാണ്. കാര്യം 17 വയസ്സുള്ള അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവന്റെ ഭാര്യയാണ്, അതായത് അവന്റെ സ്വന്തം ഭാര്യ. ആ ഭാര്യയാണ് ഇവരുടെ സ്ഥിരം. ഞാൻ ചോദിച്ചു, എന്താ അവരെ പോക്സോയിൽ വന്നത്? ചേട്ടാ, എന്റെ വൈഫാണ്, അവള് +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കൗൺസിലിംഗ് എന്നൊരു പരിപാടിയുണ്ട്. ആ കൗൺസിലിംഗിന് പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് മിനിമലായിട്ട് പരസ്പരം ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു എന്താ പറയുക, ഒരു ഷെയറിംഗ് ഓഫ് അഫെക്ഷൻ, പ്രൈവറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കുട്ടി കൗൺസിലിംഗിൽ പറഞ്ഞാലും പോക്സോയ്ക്ക് റിപ്പോർട്ട് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവനെ കാണാൻ വരുന്നത് ഇവൻ പോക്സോ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടെയാണ്. വീട്ടുകാർക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, കുട്ടിക്ക് പ്രശ്നമില്ല, കല്യാണം കഴിച്ചു, ഇപ്പൊ അവന്റെ ഭാര്യയാണ്, ഇപ്പോഴും ജയിലിൽ കിടക്കാണ്. കൂടുതൽ അപ്പുറത്ത് പൂജപ്പുര സെന്റർ ജയിലിൽ കിടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജ്, ഞാൻ 4 സ്ഥലങ്ങളിൽ കിടന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ എന്റെ തൊട്ടിപ്പുറത്ത് കിടന്ന മെന്റലി കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തനുണ്ട്. ആ കൂലിപ്പണിക്ക് പോകുന്ന ആള് ഇപ്പോഴും മെഡിക്കൽ കോളേജ് കിടന്നു, നിങ്ങൾ പോയാൽ കാണാം. കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തി, ഇവൻ ഈ സ്കൂളിലെ പിള്ളേർ അവനെ സ്ഥിരം ഇങ്ങനെ കളിയാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. അവൻ പേടിച്ച് ഒരു കുട്ടിയെ, പിള്ളേരെ പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അതായത് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അവന് പോക്സോ 20 വർഷം ഇവിടെ കിടന്നു. ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് കൂടെ പറയാം. പേരടക്കം ഞാൻ എഴുതി വെച്ചോണ്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ ഇന്റർഫിയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പേര് പറയാത്തത്. ഇതൊക്കെ നമുക്ക് സംഭവിച്ചുകൂടെ? ഇത് എന്റെ മക്കൾക്ക്, എന്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്. ഇനി നാളെ അവർ 17 വയസ്സോ 16 വയസ്സുള്ളപ്പോഴും എന്തെങ്കിലും പിള്ളേരല്ലേ, നിങ്ങളൊക്കെ +2 പഠിക്കുമ്പോൾ മറ്റേ ശ്രീരാമന് വരിച്ചതിലൊക്കെ ആയിരുന്നു, ഞാനായിരുന്നില്ല. നമുക്കൊക്കെ അത്യാവശ്യം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെന്നോ ആ പെൺകുട്ടി ഞാനും തമ്മിൽ ഉടക്കി ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ 20 വർഷമാണ്. പിന്നെ വർഷങ്ങൾ എടുക്കും ജാമ്യം കിട്ടാൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഹാർട്ട് സർജറി ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു, പൂജപ്പുരയിലേക്ക് പോയി. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പിന്നെ ദേഷ്യമാണ്. ഇവർ മാറുന്നില്ല. പെൺകുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയിൽ നിന്ന് പരാതി കൊടുത്തു. ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് 1.5 വർഷമായിട്ട് കിടക്കുക. ഒരു മനുഷ്യജീവിതം ഇല്ലാതാകുകയല്ലേ? അപ്പൊ ആ മനുഷ്യജീവിതം ഇല്ലാതാകുന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓർമ്മിക്കുന്നത്, നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ
ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കാര്യം കൂടെ, ആളുടെ പേരെടുത്ത് പറയാൻ ഞാൻ പറയാം. നമ്മളിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നിന്റെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും മികച്ച ആങ്കറിൽ ഒരാളായ എന്റെ സീനിയർ ആയിരുന്നു പുള്ളി. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ YMCA അടക്കം ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹത്തിനും ഒരു പ്രമുഖ റിപ്പോർട്ടർക്കും എതിരെ ഇതേപോലെ വ്യാജ ബോക്സോ ഒന്നില്ലേ. അത് വരുമ്പോഴേ അതിന്റെ വേദന അറിയൂ. പക്ഷെ അവർക്ക് ആ വേദന അറിഞ്ഞോന്ന് എനിക്കറിയില്ല. കാര്യം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു വേദന അവർക്ക് ഉണ്ടായിട്ടൊന്നും തോന്നില്ല വേറൊരാളുടെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ. നാളെ നിങ്ങൾക്ക് വന്നാലും ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്ക് മാത്രമല്ല, പുള്ളിയുടെ മേളിലിരിക്കുന്ന എന്റെ സീനിയറായി പഠിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും പുള്ളിയെ ഒന്നാം പ്രതിയാക്കി ബോക്സോ. പുള്ളിക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും പ്രൊഫസറും അല്ലെങ്കിൽ നല്ലൊരു ചാനലും ബാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കിട്ടി. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോയെങ്കിലോ. എന്തിന് മുകേഷിന്റെ കാര്യം കൂടെ വേറെ തത്വമൊന്നുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേര് പറയാൻ കഴിയുന്ന ഒരാൾ എനിക്കുള്ളതുകൊണ്ട് മുകേഷിന്റെ കാര്യം. മുകേഷ് ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചതാണ്. 6 മാസത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു ബോക്സ്. ഈ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത പയ്യൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പയ്യൻ എന്നെ വിളിച്ച് സംശയം. ഞാൻ പറഞ്ഞു, മോനെ എന്തുവാടാ നീ ചെയ്യുന്നത്? ചേട്ടാ നമ്മൾ ചെറിയ പ്രശ്നം. ഞാൻ പറഞ്ഞു, പ്രശ്നമുണ്ടോ? ഇനി അടിച്ചു വേണമെങ്കിൽ അടി കൊടുത്ത് ബോക്സ് വ്യാജ ബോക്സ് കൊടുത്താണോ തീർക്കുന്നത്? ദൈവം സഹായിച്ച് കോടതികളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോടതി ഇടപെട്ട് മുകേഷിനെതിരെയുള്ള ബോക്സോ മാറ്റി. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കി, വീട്ടുകാരൊക്കെ ഇല്ലേ? വീട്ടിൽ മോളും മകനും ഒക്കെ ഇല്ലേ? അല്ലെങ്കിൽ വീട്ടുകാരും മക്കളും ബോക്സോ ഇല്ല. ചാർജ്ഷീറ്റിൽ ബോക്സോ ഇല്ലെന്ന് മാത്രമല്ല കോടതി അത് അംഗീകരിച്ച് എടുത്തു മാറ്റി പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ഇപ്പൊ ഇട്ടേന്നറിയോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചിത്രം പങ്കുവച്ചു. കേട്ടോ, അതൊന്നും വേറെ വല്ല ചിത്രമാണെന്ന്. ആ കുട്ടി സ്വന്തം സമ്മതിയോടെ അഭിനയിച്ചപ്പോ ബാലേന്ദ്ര മേനോൻ നമ്മുടെ ആ കുട്ടി ഷെയർ ചെയ്തതാണ്. അത് കാര്യമല്ല, അങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പാടില്ലേ ഉള്ളൂ. അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ എന്നെ കളിയാക്കി വിമർശിച്ചു പറയാണ്, രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആള് പോക്സോ കേസിൽ പ്രതിയായിരുന്നു. എന്ത് ഈസിയാണ് ഒരാളുടെ ജീവിതത്തിൽ. ഇനി എപ്പോഴും മുകേഷ് നായർ നടിച്ചു നോക്കിയാലോ ബാക്കിയോ ഈ പേരല്ലേ വരും. ഈ കോടതി അങ്ങ് ചോദിച്ചതുപോലെ എന്താ അറിയാമോ? പോക്സോ മാറ്റി എന്നുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല. അത് കൊടുത്തില്ല. കേസ് വന്ന സമയത്ത് നല്ല ഗംഭീരമായ എന്റെ ഫേസ്ബുക്കിൽ വന്ന ഞാൻ മീശ വിരിച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ഗംഭീരമായ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് പോക്സോ കംപ്ലീറ്റ്, പോക്സോ 7 and 8 പോക്സോ ഉൾപ്പെടുന്ന എല്ലാ ചാർജും പോലീസ് റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഒരു മാധ്യമം ഒഴിച്ച് ബാക്കി ഒരു ഒറ്റ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടില്ല. അപ്പൊ അതിലൊക്കെ അതാണ് നിങ്ങൾ ഈ കേസ് വരുമ്പോ FIR ഇടുമ്പോ വാർത്ത കൊടുക്കും. FIR ഇട്ടതേ ഉള്ളൂ. FIR ഇട്ടപ്പോ കൊടുത്ത വാർത്ത ശിക്ഷിച്ചിട്ടില്ല, പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു FIR ലോഡ്ജ് ആയപ്പോ ഗംഭീരമായ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പ്രമുഖ ഇൻഫ്ലുവൻസർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പക്ഷേ ഇന്നലെ ഒരു ചാനലില് രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ നിൽക്കുന്ന ആരാ? പോക്സോ കേസിൽ ആരോപണ വിധേയനായ മുകേഷ് നായർ. ഇത് നിങ്ങൾ ഒരു നിമിഷമേ എനിക്ക് ഒരു പാരാഗ്രാഫും കൂടെ. അതിനു മുമ്പ് ഇത് ഒരിക്കൽ നിങ്ങൾക്ക് വരുന്നു ആലോചിച്ചു. ഒരിക്കൽ എന്തെങ്കിലും നിങ്ങൾക്കും വ്യക്തിപരമായ ആരെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ പരസ്പര ശത്രുതയോ, വീടിന്റെ തർക്കമോ, അതിർത്തി തർക്കമോ, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ ശത്രുക്കളായതോ, പ്രൊഫഷണൽ ജലസിയോ ദേഷ്യമുള്ളവരുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു ബോക്സ് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ആ ലേബലാണ്. ആ ലേബലിൽ എന്തിനാണ് നമ്മളിങ്ങനെ ആണുങ്ങൾ അടിമകളായി ജീവിക്കുന്നത്? ഈ നാട്ടിന് നമുക്ക്, ഞാൻ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, എന്റെ വൈഫ് എല്ലാവരുടെയും ഫ്രണ്ട് വെച്ചാൽ എന്റെ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ് കാല് പിടിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, ദീപ, നമുക്ക് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് അടിമ കിടക്കാനല്ലെന്ന്. എന്തിനാണ് നമ്മൾ ഈ അടിമ കിടക്കുന്നത്? എന്തിനാണ്?